എന്തായാലും SSC RRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. SSC ആയാലും റെയിൽവേ ആയാലും നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഒളിമ്പിക്സ് ആൻഡ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് നമ്മുടെ 33ാമത് സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞു പോയത്, ഒളിമ്പിക്സും പാരാലിമ്പിക്സും കഴിഞ്ഞു പോയത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലെ തന്നെ മേജർ ഹൈലൈറ്റ്സ് ആണ്. നമ്മളെടുത്ത എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഒളിമ്പിക്സും പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാരീസ് ഒളിമ്പിക്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ വെന്യൂ ഏതാണ് എന്ന് ചോദിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. എന്നാലും നമ്മുടെ ഒളിമ്പിക്സ് 2024 വെന്യൂ അല്ലെങ്കിൽ ഹോസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് പാരീസ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, 2024 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തതോടുകൂടി 3 പ്രാവശ്യം ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ സിറ്റിയാണ് പാരീസ് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ 1900-ലും 1924-ലും ഇപ്പോൾ 2024-ലും പാരീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് സിറ്റി ഈസ് ലണ്ടൻ. 1908-ലും 1948-ലും 2012-ലും ആരാണ് ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തത്? ലണ്ടൻ ആണ് ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യൽ നെയിം എന്താണ്? ഗെയിംസ് ഓഫ് ദി 33rd ഒളിമ്പ്യാഡ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. എഡിഷൻ 33ാമതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പണിംഗ് സെറിമണി ജൂലൈ 26, 2024-നും ഓഗസ്റ്റ് 11, 2024-നാണ് ക്ലോസിംഗ് സെറിമണി വരുന്നത്. നമ്മുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആലോചിക്കാം അല്ലെ? നമ്മുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ എന്താണ്? ഗെയിംസ് ഇങ്ങനെ വൈഡ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാത്തോണ്ട് നമ്മൾ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ അല്ലെ? അപ്പൊ ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് എന്തെന്ന് പറയുന്നത്? ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് നമ്മുടെ സ്ലോഗൻ എന്ന് പറയുന്നത്. ടോട്ടൽ 329 ഇവന്റ്സും 32 സ്പോർട്സുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ 4 എണ്ണം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. ആദ്യമായിട്ട് ഡെബ്യൂ ആയിട്ട് ഏറ്റവും ആദ്യമായിട്ടാണ് ബ്രേക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ ആഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹോസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് പാരീസ്, ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ നിന്നും 117 അത്ലറ്റ്സ് ആണ് ടോട്ടൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഒളിമ്പിക്സിന്റെ ലോഗോ അല്ലെങ്കിൽ സിംബലിലേക്ക് വരുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ലോഗോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ ഒളിമ്പിക് ഫ്ലെയിം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഗോൾഡ് മെഡൽ ഉണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു മെറൈനെയും കൂടെ നമുക്ക് ഈ ഒരു രൂപത്തിൽ കാണാനായിട്ട്, ഈ ഒരു സിംബലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഈ മെറൈൻ എന്ന് പറയുന്നത്? നമ്മുടെ ഫ്രഞ്ച് ലിബർട്ടി, ഫ്രഞ്ച് ഇക്വിറ്റി ഇതിനെയൊക്കെ കാണിക്കുന്നതിനാണ് ഈ ഒരു മെറൈൻ്റെ രൂപം ഈ ഒരു സിംബലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഇനി അടുത്തത് നമ്മൾ മെസ്കോട്ടിലേക്ക് വരുന്ന സമയത്തും ഫിർഗിയൻ ഹാറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഫിർഗി എന്ന് പറയുന്നതാണ് നമ്മുടെ മെസ്കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫിർഗിയൻ ഹാറ്റ് എന്ന് പറയുന്നത്? പണ്ട് സ്ലേവറിയുടെ സമയത്ത് ഫ്രാൻസിലുള്ള സ്ലേവ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹാറ്റ് ആണ് ഫിർഗിയൻ ഹാറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ റെഡ് കളറിലുള്ള സോഫ്റ്റ് ഹാറ്റ് ആണ് ഫിർഗിയൻ ഹാറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ നിന്നാണ് ഈ ഫിർഗി എന്ന് പറയുന്ന മെസ്കോട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ ഇതും ഫ്രഞ്ച് ഇക്വിറ്റി, ഫ്രഞ്ച് ലിബർട്ടി അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സിംബൽ ആയിട്ടാണ് ഫിർഗിയൻ ഹാറ്റിനെ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തൊക്കെ കളേഴ്സ് ആണ് ഫിർഗിയൻ ഹാറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. ബ്ലൂ, വൈറ്റ്, റെഡ് കളറാണ് നമുക്ക് ഫിർഗിയൻ ഹാറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ ഫ്രാൻസിന്റെ ഫ്ലാഗിലുള്ള ബ്ലൂ, വൈറ്റ്, റെഡ് കളർ തന്നെയാണ് ഇതിന്റെ നമ്മുടെ മെസ്കോട്ടിന്റെ ഫ്ലാഗിലും ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് സ്ലോഗൻ വരുന്നത്. മെസ്കോട്ടിന്റെ പേര് ഫിർഗി എന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി ഓപ്പണിംഗ് സെറിമണിയിലും ക്ലോസിംഗ് സെറിമണിയിലെയും ഫ്ലാഗ് ബെയറേഴ്സ് നന്നായിട്ട് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിക്കാൻ വളരെ വളരെ ചാൻസ് ഉള്ള ഒരു സംഭവമാണിത്. അപ്പൊ ഓപ്പണിംഗ് സെറിമണിന്റെ ഫ്ലാഗ് ബെയറേഴ്സ് എന്ന് പറയുന്നത് PV സിന്ധുവും ശരത് കമലുമാണ്. PV സിന്ധു ആൻഡ് ശരത് കമൽ ആണ് നമ്മുടെ ഓപ്പണിംഗ് സെറിമണിന്റെ ഫ്ലാഗ് ബെയറേഴ്സ്. ക്ലോസിംഗ് സെറിമണി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലാഗ് ബെയറേഴ്സ് ആരാണ്? PR ശ്രീജേഷ് ആൻഡ് മനു ഭാക്കർ. PR ശ്രീജേഷും മനു ഭാക്കറുമാണ് ക്ലോസിംഗ് സെറിമണിന്റെ ഫ്ലാഗ് ബെയറേഴ്സ് വരുന്നത്.
Opening ceremony PV Sindhu and Sharath Kamal. Closing ceremony PR Srijesh and Manu Bhakkar ആണ് flag bearers ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നന്നായിട്ട് ഓർക്കുക. ഇനി നമ്മുടെ മെഡൽ ടാലി നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് ഒരു സിൽവർ മെഡലും 5 ബ്രോൺസ് മെഡലുമാണ് ലഭിച്ചത്. ഒരു സിൽവറും 5 ബ്രോൺസ് മെഡലുമാണ് ലഭിച്ചത്. ടോട്ടൽ 6 മെഡൽസ് ആണ് ടോട്ടൽ ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ടോട്ടൽ 6 മെഡലുകളാണ്. അതിൽ ഒരു സിൽവർ മെഡലും ബാക്കി 5 ബ്രോൺസ് മെഡലുകളുമാണ് ലഭിച്ചത്. അപ്പോൾ മെഡൽ ലഭിച്ചത് ആർക്കാണെന്നും ഇവരുടെയൊക്കെ ഏത് സ്പോർട്ട് ഐറ്റങ്ങളാണെന്നുള്ളതും എന്തായാലും ഓർത്തു വെക്കുക. സോ ഈ പേഴ്സൺ ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആണ് എന്ന് പോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കും. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നീരജ് ചോപ്രയ്ക്ക് സിൽവർ മെഡൽ ആണ് ലഭിച്ചത്. നീരജ് ചോപ്ര സിൽവർ മെഡൽ ആണ് ലഭിച്ചത്. ജാവലിൻ ത്രോ ആണ് ഐറ്റം വരുന്നത്. അപ്പൊ ജാവലിൻ ത്രോയില് ഫസ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്ന ആർക്കാണ്? അർഷദ് നദീമിനാണ്. അർഷദ് നദീമാണ്. പാകിസ്ഥാന്റെ പ്ലെയർ ആയിട്ടുള്ള അർഷദ് നദീമിനാണ് എന്ത് ലഭിച്ചത്? ഗോൾഡ് മെഡൽ ലഭിച്ചത് എന്നുള്ള കാര്യം ആലോചിക്കുക. 92.97 മീറ്റർ ആയിരുന്നു ത്രോ. 92.97 മീറ്റർ ത്രോ ആണ് നീരജ് ചോപ്രയ്ക്ക് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ആണ് മനു ഭാക്കർ. മനു ഭാക്കറിന് 10 മീറ്റർ എയർ പിസ്റ്റൾ വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റൾ വുമൺ വിഭാഗത്തിൽ ബ്രോൺസ് മെഡലും മനു ഭാക്കർ ആൻഡ് സർബ്ജോത് സിംഗിന് ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് ടീം ഇവന്റിനാണ് മനു ഭാക്കർ ആൻഡ് സർബ്ജോത് സിംഗിന് ബ്രോൺസ് മെഡൽ ലഭിച്ചത്. അപ്പൊ നീരജ് ചോപ്ര സിൽവർ ആണ്, മനു ഭാക്കർ ബ്രോൺസ്, മനു ഭാക്കർ ആൻഡ് സർബ്ജോത് സിംഗ് മിക്സ്ഡ് ടീം ഇവന്റ് 10 മീറ്റർ എയർ പിസ്റ്റൾ ബ്രോൺസ് മെഡൽ ആണ് ലഭിച്ചത്. സ്വാപ്നിൽ കൗസ്ലെ മെൻസ് 50 മീറ്റർ റൈഫിൾ ബ്രോൺസ് മെഡൽ. ടീം ഇന്ത്യക്ക് ഹോക്കിക്ക് എന്ത് മെഡലാണ് ലഭിച്ചത്? ബ്രോൺസ് മെഡൽ ആണ് ലഭിച്ചത് എന്നുള്ള കാര്യം ആലോചിക്കുക. അമൻ ഷെറാവത്ത് ബ്രോൺസ് മെഡൽ ആണ് ലഭിച്ചത്. മെൻസ് ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് 57 kg. മെൻസ് ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് 57 kg അമൻ ഷെറാവത്തിന് ബ്രോൺസ് മെഡൽ ആണ് ലഭിച്ചത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടോട്ടൽ മെഡൽ ടാലി എന്ന് പറയുന്നത്. അപ്പൊ മെഡൽ ടാലിയിൽ ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 71ാമത്തെ പൊസിഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പൊ ഫസ്റ്റ് നമുക്ക് മനു ഭാക്കറിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യക്കുള്ള ആദ്യത്തെ മെഡൽ നേടിത്തന്നത് മനു ഭാക്കർ ആണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ അല്ലെ. അപ്പൊ മനു ഭാക്കറിന്റെ ഈ ഒരു സക്സസ് കുറച്ചധികം അച്ചീവ്മെന്റ്സും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മനു ഭാക്കർ ആണ് സെയിം എഡിഷൻ ഓഫ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണ് മനു ഭാക്കർ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ സെയിം എഡിഷൻ ഓഫ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണ് മനു ഭാക്കർ എന്നുള്ള കാര്യം ആലോചിക്കുക. അത് കൂടാതെ തന്നെ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വുമണും 3ാമത്തെ ഇന്ത്യനുമാണ് മനു ഭാക്കർ. അതിനുശേഷം നീരജ് ചോപ്രയ്ക്കും എന്ത് ലഭിച്ചു? 2 മെഡൽ ഒളിമ്പിക്സിൽ നേടുകയുണ്ടായി. റെഡിയാണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. Manu became the first Indian to win 2 medals from the same edition of Olympics. അത് കൂടാതെ തന്നെ second Indian woman after PV Sindhu to win 2 Olympics medal. അപ്പൊ PV സിന്ധുവിന് ഏതൊക്കെ ഒളിമ്പിക്സിലാണ് 2 മെഡൽ ലഭിച്ചത്? സിൽവർ മെഡൽ. PV സിന്ധുവിന് സിൽവർ മെഡൽ ലഭിച്ചിട്ടുണ്ട് 2016 റിയോ ഡി ജനീറോ. 2016 റിയോ ഡി ജനീറോയിൽ നടന്ന ഒളിമ്പിക്സിൽ PV സിന്ധുവിന് സിൽവർ മെഡൽ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട് എവിടെ? ടോക്കിയോ 2020 ടോക്കിയോ 2020 ബ്രോൺസ് മെഡൽ ആണ് ലഭിച്ചത്. നെക്സ്റ്റ് നമുക്ക് കാണാം. നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ റെസ്ലർ സുശീൽ കുമാറിന് 2 മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. സുശീൽ കുമാറിന്റെ പേര് വരികയാണെങ്കിൽ സുശീൽ കുമാറിന് ബീജിംഗ് ഒളിമ്പിക്സിൽ 2008 ബ്രോൺസ് മെഡലും ലണ്ടൻ 2012 സിൽവർ മെഡലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നീരജ് ചോപ്രയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നീരജ് ചോപ്രയ്ക്ക് 1 ഗോൾഡും 1 സിൽവർ മെഡലുമാണ് ലഭിച്ചത്. അതായത് കഴിഞ്ഞ ടോക്കിയോ 2020 ഗോൾഡും 1 സിൽവർ എപ്പോഴാണ്? അതായി കഴിഞ്ഞ നമ്മുടെ 2024 പാരീസ് ഒളിമ്പിക്സിൽ സിൽവർ മെഡലുമാണ് ലഭിച്ചത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 2 മെഡൽ നേടിയ 4 ഇന്ത്യൻസ് ആണ് നമുക്കുള്ളത്. മനു ഭാക്കർ, നീരജ് ചോപ്ര,
PV സിന്ധു ആൻഡ് നമ്മുടെ സുശീൽ കുമാർ. 4 ഇന്ത്യൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ ഇത് ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് നൊവാക് ജോക്കോവിച്ചിന്റെ അച്ചീവ്മെന്റ്. നൊവാക് ജോക്കോവിക് ആണ് 5th ടെന്നീസ് പ്ലെയർ ടു അച്ചീവ് ഗോൾഡൻ സ്ലാം. അപ്പൊ ഗോൾഡൻ സ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 4 ഗ്രാൻഡ് സ്ലാം ടൈറ്റിലുകളും നേടുന്ന ആൾക്ക് പ്ലസ് ഒളിമ്പിക്സും കൂടി, അതായത് നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഈ 4 ഗ്രാൻഡ് സ്ലാം ടൈറ്റിലുകളും കൂട്ടത്തിൽ ഒരു ഒളിമ്പിക്സും കൂടി വിൻ ആവുകയാണെങ്കിലാണ് ഗോൾഡൻ സ്ലാം ലഭിക്കുക. അപ്പോൾ ഗോൾഡൻ സ്ലാം ലഭിച്ചിട്ടുള്ള 5th ടെന്നീസ് പ്ലെയർ ആണ് നൊവാക് ജോക്കോവിക് എന്ന് പറയുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ കാർലോസ് അൽക്കാരസിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് നൊവാക് ജോക്കോവിക് എന്ത് ചെയ്തത്? നമ്മുടെ ഗോൾഡൻ സ്ലാം ടൈറ്റിൽ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചീഫ് ഓഫ് ദ മിഷൻ അല്ലെങ്കിൽ ഷെഫ് ദ മിഷൻ ഓഫ് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഗഗൻ നരാങ് ആണ് ചീഫ് ഓഫ് ദ മിഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 23-ാം തീയതി ജൂൺ ആണ്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ആണ് ഇതിന്റെ തീം വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത്, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ എന്ത് ചെയ്തത്? നമ്മുടെ ഒളിമ്പിക്സ് ജൂറിയിൽ മെമ്പർ ആവുന്നത്. അവരുടെ പേരാണ് ബിൽ ക്വെസ്മിർ. ബിൽ ക്വെസ്മിർ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ബി അപ്പോയിന്റഡ് ഇൻ ഒളിമ്പിക്സ് ജൂറി. നമ്മുടെ 2024 പാരീസ് ഒളിമ്പിക്സിലാണ് അത് ഉണ്ടായത്. ബിൽ ക്വെസ്മിർ ആണ് അവരുടെ പേര് എന്നുള്ള കാര്യം കൂടി ആലോചിക്കാം. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ പ്രസിഡന്റ് എന്ന് പറയുന്നത് തോമസ് ബാച്ച് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ലസാനെ, സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് വരുന്നത് PT ഉഷയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാരാലിമ്പിക്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, പാരീസ് ഒളിമ്പിക്സ് പാരീസിൽ നടന്നു, അല്ലെങ്കിൽ ഒളിമ്പിക്സ് പാരീസിൽ നടന്നു. അങ്ങനെയാണെങ്കിൽ പാരാലിമ്പിക്സ് 2024 എവിടെയാണ് നടക്കുക? ഉറപ്പായിട്ടും അതും പാരീസിൽ തന്നെയാണ് നടക്കുക എന്നുള്ള കാര്യം ആലോചിക്കുക. ടോട്ടൽ 4400 അത്ലറ്റ്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 22 സ്പോർട്സ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നോക്കാം. പാരാ ജുഡോ, പാരാ റോയിങ്, പാരാ സൈക്ലിംഗ്, ഇതൊക്കെ തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ന്യൂ അഡീഷൻസ് ആണ്, പാരാലിമ്പിക്സിലെ ന്യൂ അഡീഷൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് പാരാലിമ്പിക്സ് നടന്നത്. ചൈനയാണ് എന്ത് ചെയ്തത്? മെഡൽ ടാലിയിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ചൈനയാണ് നമ്മുടെ പാരാലിമ്പിക്സിൽ മെഡൽ ടാലിയിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. 94 ഗോൾഡ് മെഡൽസ് ആണ് ലഭിച്ചത്. സെക്കൻഡ് വരുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്, 49 ഗോൾഡ് മെഡൽ ആണ്. പിന്നീടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്നത്, 36 ഗോൾഡ് മെഡൽ ആണ്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ ടാലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ ഒളിമ്പിക്സ് വരുന്ന സമയത്ത്, ഒളിമ്പിക്സ് 2024 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എന്ത് ലഭിച്ചത്? ഫസ്റ്റ് മെഡൽ ടാലിയിൽ ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 40 ഗോൾഡ് ആണ്. ടോട്ടൽ 126 മെഡൽസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്നത്. 40 ഗോൾഡ് തന്നെയാണ് ലഭിച്ചത്, പക്ഷെ സിൽവറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സിൽവറിൽ വരുന്ന സമയത്ത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് 44 സിൽവറും ചൈനയ്ക്ക് 27 സിൽവർ മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ടോട്ടൽ മെഡൽ വരുന്ന സമയത്തേക്ക് 91 മെഡലായിട്ട് മാറി. തേർഡ് പൊസിഷൻ വരുന്നത് ജപ്പാനാണ്. ജപ്പാന് ടോട്ടൽ മെഡൽ എന്ന് പറയുന്നത്, ജപ്പാന്റെ ടോട്ടൽ മെഡൽ എന്ന് പറയുന്നത് 45 ആണ് ടോട്ടൽ മെഡൽ. ഗോൾഡ് വരുന്നത് 20 ഗോൾഡ് മെഡലാണ് ജപ്പാന് ലഭിച്ചത്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഒളിമ്പിക്സ് 2024 മെഡൽ ടാലിയിൽ ഫസ്റ്റ് വന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. നമ്മുടെ പാരാലിമ്പിക്സിന്റെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് വന്നത് ചൈന, സെക്കൻഡ് വരുന്നത് ബ്രിട്ടൻ, തേർഡ് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ ഈ ഡിസബിലിറ്റി ഉള്ള അത്ലറ്റുകൾക്കും ഒളിമ്പിക് സ്റ്റൈലിലുള്ള ഗെയിം വേണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ടൈം എന്ത് ചെയ്തത്? 1960 എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് പാരാലിമ്പിക്സ് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ പാരാലിമ്പിക്സിന്റെ സിഗ്നൽ അല്ലെങ്കിൽ പാരാലിമ്പിക്സിന്റെ സിംബൽ എന്ന് പറയുന്നത് 3 അജീറ്റോസ് അല്ലെങ്കിൽ 3 കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. 3 കളേർഡ് ലൈൻസ് അല്ലെങ്കിൽ 3 അജീറ്റോസ് അല്ലെങ്കിൽ കളേർഡ് ലൈൻസ് എന്നുള്ളതാണ് പാരാലിമ്പിക്സിന്റെ ലോഗോ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. റെഡി ആണല്ലോ?
ഇനി ഇതിന്റെ ഫ്ലാഗ് ബെയറേഴ്സ്, പാരാലിമ്പിക്സിന്റെ ഫ്ലാഗ് ബെയറേഴ്സ് ഭാഗ്യശ്രീ ജാദവും സുമിത് ആന്റിലുമായിരുന്നു. ക്ലോസിംഗ് സെറിമണിയുടെ ഫ്ലാഗ് ബെയറേഴ്സ് ഹർവീന്ദർ സിംഗും പ്രീതി പാലുമാണെന്നുള്ള കാര്യം ആലോചിക്കാം. ടോട്ടൽ ഇന്ത്യക്ക് 29 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 7 ഗോൾഡ്, 9 സിൽവർ, 13 ബ്രോൺസ് മെഡലുകളാണ് ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ 71ാമത്തെ പൊസിഷനാണ് ഇന്ത്യക്ക് ലഭിച്ചതെങ്കിൽ നമ്മുടെ പാരാലിമ്പിക്സിൽ 18ാമത്തെ പൊസിഷനാണ് ലഭിച്ചത്. അപ്പൊ ചീഫ് ഓഫ് ദ മിഷൻ അല്ലെങ്കിൽ ഷെഫ് ദ മിഷൻ ഓഫ് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സത്യപ്രകാശ് സംഗ്വാൻ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഏറ്റവും അവസാനമായി നമ്മുടെ ഗോൾഡ് മെഡൽ വിന്നേഴ്സിനെയും കൂടി നമുക്ക് ആലോചിക്കണം. ദാറ്റ് ഇസ് അവനി ലേഖ്ര. അവനി ലേഖ്രയാണ് വുമൻസ് 10 മീറ്റർ എയർ റൈഫിൾ രാജസ്ഥാൻ. വുമൻസ് 10 മീറ്റർ എയർ റൈഫിൾ ആണ് ഈ ഇവന്റ് വരുന്നത്. കുമാർ നിതേഷ് ബാഡ്മിന്റൺ ഹരിയാനയാണ്. നെക്സ്റ്റ് വരുന്നതാണ് സുമിത് ആന്റിൽ ജാവലിൻ ത്രോ ആണ് നമുക്കറിയാം. ഈ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും ഈ നമ്മുടെ അവനി ലേഖ്ര, കുമാർ നിതേഷ് ഇവരുടെ എല്ലാ അത്ലറ്റ്സിന്റെ പേരും അവരുടെ ഐറ്റവും എന്തായാലും ഓർത്തു വെക്കണം. അവനി ലേഖ്ര വുമൻസ് 10 മീറ്റർ എയർ റൈഫിൾ രാജസ്ഥാൻ ആണ് സ്റ്റേറ്റ് വരുന്നത്. കുമാർ നിതേഷ് ബാഡ്മിന്റൺ ഹരിയാന, സുമിത് ആന്റിൽ ജാവലിൻ ത്രോ ഹരിയാന, ഹർവീന്ദർ സിംഗ് ആർച്ചറി ഹരിയാന, ധരംപീർ നെയ്ൻ മെൻസ് ക്ലബ് ത്രോ ഹരിയാന, പ്രവീൺ കുമാർ മെൻസ് ഹൈ ജംപ് ഉത്തർപ്രദേശ്, നവദീപ് സിംഗ് ജാവലിൻ ത്രോ ഹരിയാന. അപ്പൊ ഇത്രയും പേരുകളും അവരുടെ സ്പോർട്ട് ഐറ്റങ്ങളും എന്തായാലും ഓർത്തു വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് ക്വസ്റ്റ്യൻ കാണാൻ വളരെയധികം ചാൻസ് ഉള്ള ഏരിയാസ് ആണ് ഇതെല്ലാം തന്നെ. നെക്സ്റ്റ് പ്രീതി പാൽ എന്നുള്ള പേര് നിങ്ങൾ ഓർക്കാതെ പോവരുത്. പ്രീതി പാൽ എന്ന് പറയുന്നത് ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പാരാ അത്ലറ്റ്. അതായത് 2024 പാരാ ഒളിമ്പിക്സിൽ 2 ബ്രോൺസ് മെഡൽ നേടുന്ന ആദ്യത്തെ അത്ലറ്റ് ആണ്, ആദ്യത്തെ ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ് പ്രീതി പാൽ എന്ന് പറയുന്നത്. 100 മീറ്റർ ആൻഡ് 200 മീറ്റർ റേസിംഗ് ഇവന്റിലാണ് എന്ത് ചെയ്തത്, 2 ബ്രോൺസ് മെഡലുകൾ പ്രീതി പാൽ നേടിയത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഷീ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ, അതായത് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റിൽ 2 ബ്രോൺസ് മെഡലുകൾ നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് പ്രീതി പാൽ എന്നുള്ള കാര്യം കൂടി ആലോചിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് മേജർ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പാരീസ് ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും നോക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കിന്റെ വീഡിയോ ആണ് ഇതേപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതേപോലെയുള്ള കുട്ടി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് വരേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ സൈലം SSC RRBയുടെ ഏറ്റവും പുതിയ കോഴ്സ് ആയിട്ടുള്ള SSC റിപ്പീറ്റേഴ്സ് ബാച്ചിനെ കുറിച്ചാണ്. ഇവിടെ ടാഗ് ലൈനിൽ പറഞ്ഞതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ഓക്കെ, കാരണം കഴിഞ്ഞ വർഷം SSCയുടെ വിവിധ എക്സാമുകൾ എഴുതുകയും എന്നാൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം എവിടെയോ എന്തോ ചെറുതായിട്ട് എവിടെയോ ചെറിയൊരു തകരാറ് മൂലം നിങ്ങൾക്ക് ക്വാളിഫൈങ് മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നമ്മുടെ ബാച്ചാണ് SSC റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. കാരണം SSC കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വീണ്ടും ഒന്നും കൂടി ഈ ഒരു വർഷം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അടുത്ത വർഷം ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് നമ്മുടെ SSC റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. സോ 2499 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. അഡ്മിഷൻ ഓപ്പൺ ആണ്. നമ്മുടെ ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഇനി SSC GD സ്പ്രിന്റ് ബാച്ച് ക്രാഷ് കോഴ്സ് 1000 രൂപയാണ് ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ SSC GDക്കായി വളരെ ക്വിക്ക് പ്രിപ്പറേഷൻ വേണ്ടുന്ന എല്ലാ ആസ്പിറൻസിനും വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ SSC GD ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. 999 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ ഇപ്പോൾ സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. 18th തൊട്ടാണ് ക്ലാസ്സുകൾ, 18th ഡിസംബർ തൊട്ടാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. GD എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക ഇതേപോലെ ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ, സീ യു.